പറഞ്ഞ പേര് പറഞ്ഞ അഭിനയം. അപ്പം ഇന്ന് നമ്മളെ കോവിലെ ലാസ്റ്റ് ഉത്സവം, നമ്മളിവിടുത്തെ മെയിൻ കോവിലെ ലാസ്റ്റ് ഉത്സവം എന്നിട്ട് നമ്മുടെ കോവിൽ ഉത്സവം. അപ്പം ഉത്സവം കാണാൻ ചുമ്മാ ഇറങ്ങിയതാണ്. അപ്പം ഈ വ്ളോഗ് അതിലതാണ്. ഓക്കെ, നിങ്ങളത് കണ്ടു. ഇതാണ് ഇവിടുത്തെ പ്ലോട്ടുകൾ. ഓരോന്നേരം കാണിച്ചു തരാം, കുറേ ഉണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ വ്ളോഗുകൾ. ഇതാണ് ഇവിടുത്തെ പ്ലോട്ടുകൾ. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ലാസ്റ്റ് പ്രോപ്പർ ആരൊക്കെ സ്റ്റാർട്ട് ചെയ്യണതാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ. ഇവിടെ നമുക്കിവിടെ മെയിനായിട്ട് 4-5 ജംഗ്ഷനുണ്ട്. 4 ജംഗ്ഷനിൽ ഇവിടെ പൊളിക്കും. അടിപൊളിയായിട്ട് കൊട്ടി തിമിർത്ത് കളിക്കും. നൈസാണ്. നൈസാണ് കേട്ടോ. നമ്മളെ ഈ ഏരിയയിലുള്ള ഏറ്റവും കിടിലം ഉത്സവം നടക്കുന്ന കോവിലാണിത്. പച്ചേൽ ഉത്സവം. ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മളെ ഈ നാട്ടില്. ഇവിടെ കുറെ കോവിലുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും വലിയ ഉത്സവമാണിത്. കോപ്പറേറ്റ് അടിക്കും. വേറെ വല്ലൊക്കെ പറയണോ? കോപ്പറേറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി സംസാരിച്ചോണ്ടിരിക്കണം. കോപ്പറേറ്റ് അടിക്കുന്നതുകൊണ്ട് കാണണമെങ്കിൽ കോപ്പറേറ്റ് അടിക്കല്. എന്റെ അടുത്ത് വെറുതെ വിടണം. ഞാൻ ജീവിച്ച പോട്ട്. എനിക്ക് വയ്യ, പ്ലീസ്. എന്നൊന്നും പറയല്. ഇടയിലെ കൂടെ കയറി പോണം. വണ്ടി എടുത്താൽ ഇറിവും. ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. എന്നുവെച്ചാൽ അത്രയ്ക്ക് തിരക്കുണ്ട്. ഇത് മെയിൻ റോഡാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൻഡർസ്റ്റേറ്റ് ഹൈവേ ആണ്. തമിഴ്നാട് തെങ്കാശി ഇങ്ങോട്ട് പോണ റോഡാണ്. അതിനിടയിലാണ് ഇത്രയും പ്ലോട്ട്. പക്ഷെ നമ്മൾ ഉത്സവത്തിൻ്റെ ഒരു സന്തോഷത്തിന് കാണിക്കുന്നതാണ് ഇതൊക്കെ. പക്ഷെ ആൾക്കാർക്ക് പാടാണ്. ഞാൻ അങ്ങോട്ട് ഇതിന് പറ്റിയ സാധനം കാണിച്ചു തരാം കേട്ടോ. മെയിൻ സാധനം അതുകൊണ്ട് അതിൻ്റെ റേറ്റാണ് കിടന്ന് അടിക്കണം. കാണിച്ചു തരാം. നൈസാണ്. PY ഉണ്ട്. നമ്മുടെ കോവിലെ ഉത്സവമാണ്. ലാസ്റ്റ് ദിവസം നമ്മുടെ കുറെ കാലം കൊണ്ട് ഞാൻ വ്ളോഗൊക്കെ നടക്കുകയാണ്. തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കിളി പറഞ്ഞ് നടക്കുകയാണ്. അത് അവന്റെ പോയി കണ്ടാൽ മതി. അവൻ ഓരോ വ്ളോഗൊക്കെ ഉണ്ട്. നോയിക്കവിടെ പരിപാടി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ കേൾക്കണമെന്ന് അറിഞ്ഞൂടാ. എന്റെ ലെൻസ് അടിച്ച് പോണെന്തോ. പരിപാടി കൊള്ളാം. ഞാൻ ഓരോരുത്തർ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റില്ല. ഞാൻ പ്രകടനം കാണിച്ചു തരാം. ഓ, ഭയങ്കര ഇട്ടുണ്ട് കേട്ടോ. കൊട്ടണ ആൾക്കാരാണ് ഡാൻസ് കളിക്കും. പക്ഷെ കോപ്പിറൈറ്റ് അടിക്കും. എല്ലായിടത്തും പാട്ടുണ്ട്. കോപ്പിറൈറ്റ് അടിക്കാനുള്ള പിറപ്പാടാണ്. ഞാൻ കോപ്പിറൈറ്റ് അടിക്കുമെന്നറിയാം. എന്തായാലും നമ്മുടെ സന്തോഷത്തിന് നമ്മൾ വ്ളോഗ് എടുക്കുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആന സെറ്റാണ്. മാറില്ല, ചെറിയ ചില പിടി കിട്ടി. നമ്മൾ ഹോസ്റ്റാത്രയിലൂടെ നടന്ന് നമ്മളിവൻ്റെ വീട്ടിലെത്തി. നമ്മൾ ഇടിയപ്പവും ചിക്കൻ കറിയും കഴിക്കണം. ഡബിൾ സാധനം കേട്ടോ. അപ്പം സമയം അവിടെ നിന്ന് 7:00 തുടങ്ങി ഹോസ്റ്റാത്രയാണെങ്കിലും ഇപ്പം 10:15 എന്തായാലും ഒരു പിടുത്തമല്ല. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഓരോന്നും കണ്ട് എന്നുവെച്ചാൽ ഹോസ്റ്റാത്ര ഇപ്പോഴും നടക്കണേ ഉള്ളൂ. എന്താ ഹോസ്റ്റാത്ര ഇപ്പോഴും നടക്കണേ ഉള്ളൂ. അവിടെ പരിപാടി നടക്കണുണ്ട്. അത് കാണാൻ പോകണം. ഇപ്പം സമയം കാണിച്ചു തരാം. ഓൾമോസ്റ്റ് 2 മണി അടുപ്പിച്ചായി. ഓ, നമ്മളോട് എന്താ അത്രേ ഉള്ളൂ. നമ്മളെന്തായാലും വണ്ടി എടുത്തോണ്ട് ആ പരിപാടി കാണാൻ വേണ്ടി പോകണം. കാണിച്ചു തരാം. ഈ സാധനത്തിൽ എന്തായാലും കോപ്പിറൈറ്റ് ആണെന്ന് എനിക്കറിയാം. കാരണം കുറേ പാട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അങ്ങോട്ട് ചെന്ന് കാണാം. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് പോവുകയാണ്. ഇതിപ്പം എത്ര മണിയായെന്ന് ഇറങ്ങൂടാ. 3:15. അപ്പോൾ ഓക്കെ, ഇതായിരുന്നു എൻ്റെ ഉത്സവം ബ്ലോഗ്. എന്തെങ്കിലും ഉണ്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. മിക്കവാറും എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ ഓക്കെ ബൈ. പിന്നെ
ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി കിടപ്പുണ്ട്, അത് വേണമെങ്കിൽ ഫോളോ ചെയ്തോ. ഓക്കെ, താറ്റേ.